ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നല്ലേ, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കടൽക്കരകളിൽ ഒന്നായ നമ്മുടെ വർക്കല പാപനാശത്താണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവധിയൊക്കെ അല്ലേ, അപ്പം മക്കളുമായിട്ടൊന്ന് ബീച്ചൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. അപ്പം നല്ല തിരക്കാണ്, അവധി ആയതുകൊണ്ട് എല്ലാവരും ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ക്ലിഫിലോട്ടാണ് പോയത്, വർക്കല ക്ലിഫിലോട്ട് പോയപ്പം അവിടെ നല്ല റഷാണ്, പാർക്കിംഗ് സ്പേസ് ഒക്കെ ഫുൾ ആയതുകൊണ്ട് തന്നെ അവർ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ പാപനാശത്ത് വന്ന് അവിടെ കാർ പാർക്കിംഗ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് നടന്നു പോവുകയാണ്. അപ്പോൾ നടന്നു പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ആരാണെന്ന് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്നുള്ള സർപ്രൈസിങ് ആണ്. അപ്പോൾ ഞങ്ങൾ നടന്നു പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുവഴി നടന്ന് ക്ലിഫിലോട്ട് പോകുന്നത്. സാധാരണ നമ്മൾ റോഡ് മാർഗമാണ് പോകുന്നത്. നല്ല കയറ്റമാണ്, നല്ല കയറ്റം കയറിയാണ് പോകുന്നത്. കുറേ ആൾക്കാർ അതുവഴി പോവുകയും തിരിച്ച് വരികയും ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ കടൽ നന്നായിട്ട് നമുക്ക് കാണാം. കടലിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ സൂര്യൻ കടലിലോട്ട് ഏകദേശം അസ്തമിക്കാറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. അപ്പം മക്കളുമായിട്ട് നമ്മൾ അതുവഴി നടന്നു പോകണം. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനെ കുറേ ദൂരമൊക്കെ നടന്നപ്പം സാധാരണ അവർ എടുക്കണമെന്ന് പറയണം, പക്ഷെ അവർ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇവിടെ നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കൊള്ളാം. കുട്ടികളുള്ളവർ സൂക്ഷിച്ചിട്ട് വേണം അവിടെ നിന്ന്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു ഫോട്ടോയും ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അവിടെ നിന്ന് കടൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ആനയും കടലും എത്ര കണ്ടാലും നമ്മളൊക്കെ മതി വരില്ലല്ലോ, അത്രയ്ക്ക് മനോഹരമാണ് നമ്മളെ കടൽ. പ്രത്യേകിച്ച് നമ്മളെ ബീച്ച്, പാപനാശം ബീച്ച്, നമ്മളെ മിനി ഗോവ എന്ന് തന്നെയാണല്ലേ നമ്മളെ പാപനാശം ബീച്ചിനെ കുറിച്ച് പറയുന്നത്. അത്രയേറെ ഫോറിനേഴ്സാണ് അവിടെ വരുന്നത്. നല്ല റഷുമായിരുന്നു. നമുക്കിവിടെ നിന്ന് നമ്മുടെ കടലിൻ്റെ ഒരു വ്യൂ ഉണ്ട്, കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് നമ്മളെ വർക്കല ബീച്ച്. ഇപ്പം സൂര്യൻ കടലിലോട്ട് അസ്തമിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് വർക്കല ക്ലിഫിലെത്തിയിട്ടുണ്ട്. ഇതാണ് ക്ലിഫ്. ഹെലിപ്പാഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഫുള്ളായിട്ട്. ഈ ഹെലിപ്പാഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റഷ് വരുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ പോലീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡും അടച്ചേക്കുവാണ്. ഇതുവഴിയും ചെറിയ വണ്ടികളൊക്കെ വിടുന്നുണ്ട്, 2 വീലേഴ്സൊക്കെ വിടും. പക്ഷേ ഇന്നിപ്പോൾ റഷ് ആയതുകൊണ്ട് തന്നെ അടച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ ക്ലിഫ് റോഡിൽ കൂടെ തന്നെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ട്. കുറച്ച് ഷോപ്സൊക്കെ അടച്ചേക്കുവാണ്, കാര്യം ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഒരുപാട് ഷോപ്സ് അടച്ചത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കടലിലെ നല്ലൊരു വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ടാറ്റൂവിൻ്റെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. ഇവിടെ ടാറ്റൂ സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫിഷൊക്കെ ആണെങ്കിലും അവർ നമുക്ക് ഏത് ഫിഷ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ അവൈലബിൾ ഉള്ള ഫിഷ് നമുക്ക് ചെയ്തു തരും. പിന്നെ ഇവിടെ ആയുർവേദിക്കിൻ്റെ ഹെർബൽ സ്പാ അതേ ഉണ്ട്. അപ്പം ഇന്നത്തെ ഫിഷാണ്, ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫിഷാണ് അവരിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഫിഷ് പറയുകയാണെങ്കിൽ അവർ അത് നമുക്ക് ഫ്രൈ ചെയ്തോ പൊള്ളിച്ചോ ഒക്കെ നമുക്ക് തരുന്നതാണ്. അപ്പം ഈ ഷോപ്സിലൊക്കെ നമുക്ക് ഇപ്പം 7 o'clock ആവുന്നതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം റെസ്റ്റോറൻറ്റ് ടൈം ആയതുകൊണ്ട് ഇനിയിപ്പം നല്ല ഒരു തിരക്ക് വരത്തേ ഉള്ളൂ. പിന്നെ ഈ മീനിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും മീൻ കഴിക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ജ്വല്ലറി എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഇതുവഴി ഈ വൈകുന്നേരത്ത് ഇങ്ങനെ നടന്നു പോകുന്ന തന്നെ ഒരു പ്രത്യേകതരം വൈബാണല്ലോ. ഈ കടൽ കാറ്റൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം
അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ആളാണ് ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണെന്ന് ലാസ്റ്റ്, ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ ലാസ്റ്റ് ഞാനത് റിവീൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സ്കൈ ലോഞ്ചിലോട്ട് കയറാൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് പോയാൽ ഒരുപാട് നടക്കണം. അപ്പോൾ അത്രയും ദൂരം നടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ഇതുപോലെ ഇത്രയും ദൂരം നടന്നിട്ടേ നമുക്ക് തിരിച്ചു കാറിലോട്ട് കയറാൻ പറ്റൂ. അപ്പം മക്കളുമായിട്ടൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, രാത്രിയും കൂടെ ആയി വരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൈ ലോഞ്ചിൽ തന്നെ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് കയറി. അപ്പോൾ അവിടെയാണ് ലൈവ് മ്യൂസിക്കൊക്കെ ഉള്ളത്. ഇതിൻ്റെ മുകളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് കടലിൻ്റെ നല്ലൊരു വ്യൂ ഒക്കെ കാണാം. അപ്പോൾ ഏകദേശം 7 o'clock ആയിട്ടേ ഉള്ളൂ. അപ്പം റെസ്റ്റോറൻറ്റിൽ അങ്ങനെ വലിയ തിരക്ക് വരാൻ തുടങ്ങിയില്ല. അപ്പം നമുക്ക് സ്പേസൊക്കെ കിട്ടി ഇരിക്കാനായിട്ട്. നമുക്കിവിടെ ഇരിക്കാമെന്ന് കരുതി. അപ്പം ഞാനും മക്കളും നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുവാണ്. ജാനിക്ക് എന്തോ വേണം കഴിക്കാൻ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് മുകളിലോട്ട് കയറി. കാര്യം പാട്ട് എൻ്റെ ശബ്ദം കാരണം നമുക്ക് അടുത്തിരിക്കുന്ന പറയുന്നതിനൊന്നും കേൾക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ തൊട്ട് മുകളിലോട്ട് കയറി. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ താഴെ പാട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പോയി ഒന്ന് പാട്ട് കേട്ടിട്ട് വരാം. വയറ്റുക്കും തൊണ്ടയ്ക്കും മുഴുവനല്ല ഒരു ഉരുണ്ടയും ഉരുടുതടി കാത്തിരുന്നാൽ എതിർപ്പാർത്തിരുന്നാൽ ഒരു നിമിഷമും വർഷമടി കண்களெல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி இது சொர்க்கமா நரகமா சொல்லடி உள்ளபடி நான் வாழ்வதும் விடை கொண்டாத்தில் உள்ளபடி என்னவளை அடி என்னவளே இந்த இதயத்தை தொலைத்து விட்டேன். உன்னை சாய்த்து கொண்டு உன்னை கூந்தலில் மீன் பிடிப்பேன்.
കൊടുക്കെടുപ്പേ வருடவரும் பூங்காற்றெல்லாம் கொஞ்சம் படிக்கட்டி அனுப்பிவிட்டேன் என் காதலின் தேவனே காடுக்குள் ஓட்டி வைத்தேன் உன் காலடி எழுதிய கோலங்கள் புது கவிதைகளில் இதயத்தை தொலைத்து எந்த இடம் அது தொலைத்த இடம் அந்த இடத்தையும் மறந்து விட்டேன் உந்தன் கொலுசு அது தொலைத்ததைக்கு உந்தன் தாடி தேடி வந்தேன் உன்னை கண்டதும் கண்டு கொண்டே இந்த கழுத்து வரை இன்று காதல் ஒன்று இரு பெண் விழிப்பிதங்கி நின்று என்னவளை அடி என்னவளை இந்த இதயத்தை துளைத்து விட்டேன். சுந்தரி கண்ணால் சேரி சொல்லடி இந்நாள் நல்ல தேரி என்னையே தந்தே உனக்காக ஜென்மமே கண்டேனதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினாள் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவன் சுந்தரி கண்ணாலொரு சேரி சொல்லடி என்னால் நல்ல தேரி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேனதற்காக. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന്. ഇതാണ് ആൾ. ആരാണെന്ന് മനസ്സിലായോ? ശ്രീലക്ഷ്മി, എൻ്റെ നാത്തൂൻ തന്നെ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ്. ഒരുപാട് നേരമായി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇതുവരേക്കും ഫുഡ് വന്നില്ല. അപ്പം നല്ല റഷുമാണ്. മുകളിലൊക്കെ ഫുള്ളായി, താഴെ അതുപോലെ തന്നെ നല്ല ഫുള്ളായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, കടലൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ ആ ഭക്ഷണത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ ഒരു വൈബ്, ഈ മ്യൂസിക്കൊക്കെ കേട്ട് നല്ല ലൈവായിട്ട് മ്യൂസിക്കൊക്കെ കേട്ട് കടലും കാറ്റും ഫുഡും ഇതെന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കുറച്ച് സമയം കാത്തിരുന്നെങ്കിൽ ഫുഡ് വന്ന് ഞങ്ങൾ ഇനി കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മക്കളൊക്കെ നല്ല വിശന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ചെയ്തത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.